ബഹുമാനികളെ, പരിശുദ്ധമായ റമദാനിൻ്റെ രണ്ടാമത്തെ പകുതിയിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. റമദാനിൻ്റെ ആദ്യത്തെ പകുതി അപേക്ഷിച്ച് രണ്ടാമത്തെ പകുതിക്കാണ് പ്രാധാന്യം കൂടുതലുള്ളത്. കാരണം പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റും അതോടൊപ്പം തന്നെ നരകമോചനത്തിൻ്റെ 10 ഒക്കെ ഉൾപ്പെടുന്നത് രണ്ടാമത്തെ പകുതിയിലാണ്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ വളരെ ഊർജ്ജസ്വലരായി, വളരെ ആഗ്രഹത്തോടെ, താല്പര്യത്തോടെ നമ്മളെ ഇബാദത്തുകൾക്ക് വേണ്ടി സമയങ്ങൾ ചെലവഴിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമുക്കറിയാം, പരിശുദ്ധമായ റമദാനിൻ്റെ 17ാമത്തെ ദിവസത്തിലേക്ക് നമ്മളിന്ന് മഗ്‌രിബോടുകൂടി കടന്നിരിക്കുകയാണ്. വിശുദ്ധ റമദാനിൻ്റെ 17ാം ദിനം എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായ, ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ആ ദിവസത്തെ മാറ്റി നിർത്തിയിട്ട് ഇസ്ലാമിക ചരിത്രം വായിക്കാൻ നമുക്ക് കഴിയില്ല. അത്രമേൽ പ്രധാനമുള്ളൊരു ദിവസമാണ് വിശുദ്ധ റമദാനിൻ്റെ 17ാമത്തെ ദിനം എന്നുള്ളത്. ബദറിന്റെ രണാങ്കളത്തിൽ ബഹുമാന്യരായ സഹാബാക്കൾ 313 പേര് നമുക്ക് നേടിത്തന്ന ഒരു വിജയത്തിന്റെ പിൻബലത്തിലാണ് ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു വിജയം ബദറിൽ ഇല്ലെങ്കിൽ ഇന്നിങ്ങനെ ഒരു പള്ളിയില്ല, നമ്മളും മുസ്ലിമുകളായിട്ടുണ്ടാകുന്നത്. അതാണ് ബദറിന്റെ പ്രാധാന്യം. എന്തുകൊണ്ട് ബദർ എന്ന ചോദ്യത്തിന് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ പോരാട്ടമാണ് ബദർ എന്നുള്ളത്. അത് ഒരു അനിവാര്യമായി മാറിയ ഒരു സന്ദർഭത്തിലാണ് അതിനുവേണ്ടി നബിയും സഹാബത്തും തയ്യാറായത്. ചരിത്രം നമുക്കറിയാം. മക്കായിലെ 13 വർഷക്കാലത്തെ ദുരിതപൂർണമായൊരു ജീവിതം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഉയർത്തിപ്പിടിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം അവരെ സ്വൈര്യമായി താമസിക്കാനും ജീവിക്കാനും അനുവദിച്ചില്ല. 3 വർഷക്കാലം ഷൈബ് അബൂ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരിവിൽ നബിയെയും അവിടുത്തെ അനുയായികളെയും ശത്രുക്കൾ ഉപരോധിച്ചു. 3 വർഷക്കാലം വീട് വിട്ട മലഞ്ചെരുവിൽ പോയി നബിയും സഹാബത്തും 3 കൊല്ലം താമസിച്ചു. ഉപരോധമാണ്. ഇവർക്കൊന്നും കൊടുക്കാൻ പാടില്ല, വിൽക്കാൻ പാടില്ല, ഇവരുമായിട്ട് സഹകരിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. 3 ദിവസമല്ല, 3 വർഷം ഇങ്ങനെ ഉപരോധം ഏർപ്പെടുത്തി. ആ ഉപരോധത്തിൽ നബിയുണ്ട്. ഭക്ഷണം കിട്ടാതെ പച്ചിലകൾ പറിച്ച് അത് കഴിച്ചിട്ട് ആട് കാഷ്ടിക്കും പോലെ അവർ കാഷ്ടിച്ചു എന്നാണ് ചരിത്രം. കാരണം ഭക്ഷണം കിട്ടൂല. ഇവർ ചെയ്ത തെറ്റെന്താണ്? മക്കയിലെ പരമ്പരാഗതമായ വിശ്വാസത്തിനെതിരെ അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്നൊരു വിശ്വാസം അവിടെ പ്രചരിപ്പിച്ചു എന്നതാണ് ഇവർ ചെയ്ത തെറ്റ്. അങ്ങനെ മക്കയിലെ ദുരിതപൂർണമായ ജീവിതത്തിന് ശേഷം അമ്മാറും സുഹൈബും ബിലാലും സുമയ്യയും ഒക്കെ ഏറ്റുവാങ്ങിയ അസഹ്യമായ പീഡനത്തിന് അറുതി വരുത്തിക്കൊണ്ടാണ് ഹിജറ ചെയ്യാനുള്ള അനുമതി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അങ്ങനെ മദീനയിലേക്ക് സഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്തു, അവിടെ എത്തി. പക്ഷെ അവിടെയും ഇവരെ സ്വസ്ഥമായി ജീവിക്കാൻ ഈ ശത്രുക്കൾ അനുവദിച്ചില്ല. 500 കിലോമീറ്റർ അകലെയാണ് മക്കയിൽ നിന്നും മദീനയുള്ളത്. അങ്ങോട്ടാണ് ഇവർ പോയത്. പോയ സമയത്ത് ഒന്നും ഇവരെ കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. അവരുടെ വീട്, അവരുടെ സ്ഥലം, അവരുടെ സമ്പാദ്യങ്ങൾ ഒന്നും കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. എല്ലാം ഇവിടെ ഇട്ടച്ചാണ് അവർ പോയത്. ചിലർക്ക് അവരുടെ കുടുംബങ്ങളെ പോലും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകളെ പോലും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എല്ലാവരെയും ഇട്ടിട്ട് ഈ ശത്രുക്കളുടെ മുന്നിലിട്ടിട്ട് ഇവർ ഓടുകയാണ്, ഇവർ രക്ഷപ്പെടുകയാണ് ആദർശവുമായി. പക്ഷെ മദീനയിലും ഇവരെ ജീവിക്കാൻ അനുവദിച്ചില്ല. രാത്രി കാലങ്ങളിൽ മദീനയിൽ ചെന്ന് 500 കിലോമീറ്റർ അന്നത്തെ യാത്ര, ദുർഘടമായ യാത്ര ചെയ്ത് ഇവര് മദീനയിൽ ചെന്ന് സഹാബത്തിന്റെ കൃഷിയിടങ്ങൾ നശിപ്പിക്കും, അവരുടെ ഒട്ടകങ്ങളെ മോഷ്ടിക്കും, അവരുടെ വീടുകളിൽ കയറി ഉപദ്രവിക്കും. ഇങ്ങനെ അസഹ്യമായ ഒരു ഉപദ്രവം മദീനയിലും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഹിജറയുടെ 2ാം വർഷം അബൂ സുഫിയാൻ എന്ന് പറയുന്ന മക്കയിലെ ഒളിച്ചൂടാമന്നൻ, മക്കയിലെ കിരീടം വെക്കാത്ത രാജാവാണ് അബൂ സുഫിയാൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു 40 അംഗ സൈന്യം ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോവുകയാണ്. അബൂ സുഫിയാൻ കൊണ്ടുപോകുന്ന സ്വത്ത് മക്കയിൽ മുസ്ലിമുകൾ ഇട്ടേച്ചു പോയ സ്വത്താണ്. അവരുടെ സ്വത്തുമായിട്ടല്ല പോകുന്നത്, മക്കയിലെ മുസ്ലിമീങ്ങളുടെ
രത്നമടക്കമുള്ള വില പിടിച്ച വസ്തുക്കളുമായിട്ട് ഷാമിലേക്ക് പോകുകയാണ്. എന്തിനാണ്? അവിടെ കൊണ്ടുപോയി ഈ മുതൽ മുടക്കി കച്ചവടം ചെയ്ത് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് മുസ്ലിമീങ്ങൾക്കെതിരെ ആയുധങ്ങൾ വാങ്ങണം, അവർക്കെതിരെ പോരാട്ടങ്ങൾ നടത്തണം. ഈ വിവരം അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ചു അബൂ സുഫിയാനെ തടയണം. റസൂലിന്റെ ഉദ്ദേശം രണ്ടായിരുന്നു. ഒന്ന്, അബൂ സുഫിയാൻ ഷാമിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മദീന വഴിയാണ് വരിക, മദീന വഴിക്ക് ഷാമിലേക്ക് പോകാൻ കഴിയും. അബൂ സുഫിയാനെ തടഞ്ഞു നിർത്തി ബന്ദിയാക്കണം. അബൂ സുഫിയാനെ ബന്ദിയാക്കിക്കൊണ്ട് മക്കക്കാരോട് വിലപേശി ഞങ്ങളെ ഇവിടെയെങ്കിലും സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കണം, നിങ്ങളുടെ ഉപദ്രവം ഉണ്ടാകരുത്. അവർ ഉറപ്പ് തന്നാലേ അബൂ സുഫിയാനെ വിട്ടുതരൂ എന്ന് അവരോട് പറയാനായിരുന്നു റസൂൽ ഉദ്ദേശിച്ചത്. അബൂ സുഫിയാനെ ബന്ദിയാക്കി കഴിഞ്ഞാൽ അവർ മോചിപ്പിക്കാതിരിക്കൂല. കാരണം അബൂ സുഫിയാൻ മക്കയിലെ പ്രമുഖ നേതാവാണ്. ഒരു ഉദ്ദേശം അതായിരുന്നെങ്കിൽ രണ്ടാമത്തെ ഉദ്ദേശം മക്കയിൽ തങ്ങൾ ഇട്ടച്ചു പോകുന്ന തങ്ങളുടെ സ്വത്ത് അത് വീണ്ടെടുക്കണം. സഹാബാക്കൾ നബിയെ വിശ്വസിച്ച ആദർശത്തിന്റെ പേരിൽ ഇട്ടച്ചു പോകുന്നതാണ്, അത് വീണ്ടെടുക്കണം. അതുമായിട്ടാണ് ഈ ശത്രു യുദ്ധത്തിന് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി പോയിരിക്കുന്നത്. അങ്ങനെയാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള 40 അംഗ സൈന്യത്തെ തടയാൻ വേണ്ടിയാണ്, യാത്രാ സംഘത്തെ തടയാൻ വേണ്ടിയാണ് സഹാബാക്കൾ മദീനയിൽ നിന്നും ഒരുങ്ങി വരുന്നത്. 313 പേര്, 313 315 എന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അസ്കലാനി പറഞ്ഞത് 313 പേരാണ് മദീനയിൽ നിന്ന് പോകുന്നത്. പക്ഷെ വേറെ ചില ആളുകൾ അടക്കം കൂടിയിട്ടുണ്ട്. അതിൽ തന്നെ അനസ് റളിയല്ലാഹു അൻഹുവിനെ ചെറിയ കുട്ടികൾ, അവർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അവർ യുദ്ധം ചെയ്യുന്ന ആളുകൾക്കുള്ള സേവനവുമായി ബന്ധപ്പെട്ട ചില കുട്ടികൾ ഉണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല, അദ്ദേഹം ബദരിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതിരുന്നതുകൊണ്ട് സംരക്ഷിക്കാൻ വേണ്ടി നബി പറഞ്ഞു വിട്ടു. അദ്ദേഹം ബദരിയാണ്, യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. 313 അല്ലെങ്കിൽ 315 പേര് അബൂ സുഫിയാന്റെ സംഘത്തെ തടയാൻ വേണ്ടി വരുന്നു. വിവരമറിഞ്ഞ അബൂ സുഫിയാൻ കടൽ തീരം വഴി ഒരു വഴിക്ക് രക്ഷപ്പെട്ട് മദീനയിൽ മക്കയിലേക്ക് പോവുകയാണ്. അബൂ സുഫിയാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മക്കയിലെത്തിയ വിവരം കിട്ടി. ലംറത്തിനെ പറഞ്ഞു വിട്ടുകൊണ്ട് അബൂ സുഫിയാൻ മക്കയിലെ വിവരം അറിയിച്ചു, മുഹമ്മദ് എന്നെ തടയാൻ വരുന്നുണ്ട് എന്ന് വിവരം അറിയിച്ചപ്പോൾ അബൂജഹലിന്റെ നേതൃത്വത്തിൽ വലിയൊരു സൈന്യത്തെ കൂട്ടി യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് മദീനയിലേക്ക് വരികയാണ്. അബൂ സുഫിയാൻ മക്കയിലെത്തിയ വിവരം അബൂജഹൽ അറിഞ്ഞു. ഇനി പോകേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷെ അബൂജഹൽ പറഞ്ഞു, വേണ്ട, നമ്മൾ ഇത്രയും ചെറുപ്പക്കാരെയൊക്കെ കൂട്ടിയതല്ലേ, പോകാം. ഇനി ഇത്ര ആളെ കൂട്ടിയ ഒരു യുദ്ധത്തിനൊന്നും നടക്കൂല. ഇതോടുകൂടി മുഹമ്മദിന്റെ ആദർശത്തിന് അറുതി വരുത്തിയേക്കാം, അവന്റെ അന്ത്യം കുറിക്കാം എന്ന് തീരുമാനിച്ചാണ് അഹങ്കാരിയായ അബൂജഹലിന്റെ നേതൃത്വത്തിൽ 1000-ഓളം വരുന്ന സൈന്യം സർവായുധ സജ്ജരായി എത്ര ദിവസം യുദ്ധം നീണ്ടു നിന്നാലും ഭക്ഷിക്കാനുള്ള ഭക്ഷണവുമായിട്ടാണ് അബൂജഹലിന്റെ സൈന്യം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ടി പോയതല്ല. ഇവരുടെ അടുക്കൽ ആയുധങ്ങളില്ല. വിശുദ്ധ റമദാനിലാണ്, നോമ്പുകാരാണ്. റമദാൻ 17 വെള്ളിയാഴ്ചയാണ് ബദർ യുദ്ധം നടക്കുന്നത്, അസറിന് ശേഷം. ഏതായിരുന്നാലും അബൂജഹലിന്റെ നേതൃത്വത്തിൽ സൈന്യം വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ആലോചിച്ച് എന്ത് വേണം. ഒരു സൈന്യം യുദ്ധത്തിന് വരുന്നുണ്ട്, നമ്മൾ യുദ്ധത്തിന് വന്നവരല്ല. മുഷാവറ ചെയ്തപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, ഔസ് ഖസറജ് 2 ഗോത്രമാണ് മദീനയിലുള്ളത്. 2 ഗോത്രത്തലവന്മാരും പറഞ്ഞ മറുപടി, ഞങ്ങൾ അങ്ങയുടെ പിന്നിലുണ്ട്. ഒരു ഗോത്രത്തലവൻ പറഞ്ഞത്, അങ്ങ് കടലിൽ ചാടാൻ പറഞ്ഞാൽ ഞങ്ങൾ ചാടും, ഞങ്ങൾ അനുസരണയുള്ളവരാണ്. ഒരാൾ പറഞ്ഞത്, മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ബനി ഇസ്രായേലിനോട് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുന്ന പറഞ്ഞു മൂസാ നബിയോട് ബനി ഇസ്രായേൽ. അങ്ങനെ ഞങ്ങൾ പറയില്ല, അങ്ങ് എന്തു പറയുന്നു അത് അക്ഷരം പ്രതി ഞങ്ങൾ അനുസരിക്കും. അപ്പൊ സഹാബത്തിന്റെ ഉറപ്പ് നബിക്ക് കിട്ടി. ഞാൻ എന്ത് തീരുമാനമെടുത്താലും അതിന് എൻ്റെ കൂടെ നിൽക്കാനുള്ള അനുയായികളുണ്ടെന്ന് ഉറപ്പ് കിട്ടിയ സമയത്ത് എന്നാൽ ഒരു പോരാട്ടം നടത്തിയേക്കാം. അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തോട് പോരാടാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ച് അങ്ങനെയാണ് ബദർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെത്തുന്നത്. മദീനയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകളുള്ള ഒരു പ്രദേശമാണ് ബദർ. അവിടെയാണ് ഈ പോരാട്ടം നടക്കുന്നത്. മദീനയിലൊക്കെ പോയിട്ടുള്ള, അവിടെയൊക്കെ പോയിട്ടുള്ള ആളുകൾക്കറിയാം, ഇന്ന് അവിടെ ചെന്നിങ്ങനെ നിൽക്കുമ്പോൾ ബദർ രണാകുളം ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ സ്മരണകൾ അവിടെ നിന്നുകൊണ്ട് അയവിറക്കുന്നു. ഉണങ്ങി നിൽക്കുന്ന പുല്ലുകളുണ്ട്. അവിടെ വിശ്വാസിയുടെ ഹൗദ് നിലനിന്ന സ്ഥലത്തൊരു കൃത്രിമമായ ഒരു ഹൗദ് എന്ന് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. വിശ്വാസികളുടെ പന്തല് കെട്ടിയ സ്ഥലത്ത് ഒരു പള്ളി, മസ്ജിദ് അരീഷ് എന്ന പേരിലൊരു പള്ളി, നല്ലൊരു പള്ളി, മനോഹരമായ പള്ളിയുണ്ട്. അവിടെ അതിൻ്റെ പരിസരത്ത് ഇങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെ ആ സംഭവങ്ങൾ ഇങ്ങനെ നമ്മൾ ഓർക്കുമ്പോൾ വല്ലാത്തൊരു ഈമാനികമായ ആവേശം ഉണ്ടായിത്തീരും. ബദർ രണാകുളം കാണുമ്പോൾ 14 ബദറിൽ ഷഹീദായ ആളുകളുടെ പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് അവരുടെ കബറുണ്ട്.
എല്ലാ സമയത്തും അവിടെ കടന്നു പോകാൻ കഴിയില്ല. ചില സമയങ്ങളിൽ നമുക്ക് അവിടെ കടന്നുപോയി കാണാനൊക്കെ കഴിയും. ആ രണാങ്കളത്തിൽ വച്ചുകൊണ്ട് പോരാട്ടം നടക്കുകയാണ്. റമദാൻ 17 വെള്ളിയാഴ്ച ദിവസം അസർ കഴിഞ്ഞു. ഏതാനും മണിക്കൂറുകൾ മാത്രമേ പോരാട്ടേണ്ടതായിട്ടുള്ളൂ. സത്യത്തിൽ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ അതിനേക്കാൾ എത്രയോ വലിയ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉഹദ് തന്നെ ബദറിനേക്കാൾ വലിയ പോരാട്ടമാണ് ഉഹദ്. ഖലീഫുമാരുടെ കാലത്തും ദിവസങ്ങൾ നീണ്ടുനിന്ന യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബദർ എന്ന് പറയുന്നത് ഏതാനും സമയമാണ് ഉണ്ടായത്. ബദർ യുദ്ധം കഴിഞ്ഞിട്ട് സഹാബാക്കൾക്ക് അസർ നിസ്കരിക്കാനുള്ള സമയം കിട്ടി. അസറിന്റെ സമയത്ത് തുടങ്ങി യുദ്ധം കഴിഞ്ഞിട്ട് സഹാബാക്കൾ അസർ നമസ്കാരം നിർവഹിച്ചു. അതായിട്ട് ചുരുങ്ങിയ സമയങ്ങളാണ് ബദറിന്റെ പോരാട്ടം നടന്നത്. പക്ഷെ ആ പോരാട്ടം ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു പോരാട്ടമായി. എന്തുകൊണ്ട്? ഉഹദിനേക്കാൾ വലിയൊരു പോരാട്ടമായതുകൊണ്ടല്ലത്. ആ പോരാട്ടം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് നടന്നത്. അന്ന് അവിടെ ജയിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് തന്റെ ടെന്റിൽ കിടന്നുകൊണ്ട് ചെയ്യുന്നൊരു പ്രാർത്ഥനയുണ്ട്. പടച്ചവനെ, നാളെ ഈ സൈന്യവുമായി, അബൂജഹലിന്റെ സൈന്യവുമായി ഞങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ ഞങ്ങൾ തോറ്റുപോയാൽ നിന്നെ പിന്നെ ഭൂമിയിൽ ആരാധിക്കപ്പെടില്ല. നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. കാരണം ഞങ്ങളെ തുടച്ചു നീക്കപ്പെടും. ഈ ഭൂമിയിൽ നിന്റെ ആദർശം നിലനിൽക്കണമെങ്കിൽ നാളെ ഞങ്ങൾ ജയിച്ചേ പറ്റൂ. ഈ പ്രാർത്ഥനയാണ് പടച്ചതമ്പുരാൻ സ്വീകരിച്ചത്. അലി റളിയല്ലാഹു പറയുന്നുണ്ട്, ഞാനിങ്ങനെ യുദ്ധത്തിന്റെ ഇടവേളകളിൽ നബിയെ സന്ദർശിക്കും. നബി എന്ത് ചെയ്യണമെന്ന് നോക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സുജൂദിൽ കിടന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. സത്യത്തിൽ ബദറിന്റെ ജയം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ വിജയമാണ്. രണാങ്കളത്തിൽ ഏറ്റുമുട്ടി 14 പേര് ഷഹീദായി മുസ്ലിം പക്ഷത്ത്. 313 പേര് പങ്കെടുത്തു, അല്ലെങ്കിൽ 15 പേര് പങ്കെടുത്തു. 14 പേര് മുസ്ലിം പക്ഷത്ത് നിന്ന് ഷഹീദായി. 70ഓളം ശത്രുക്കളെ, അബൂജഹൽ അടക്കമുള്ള ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളെ ആ യുദ്ധത്തിൽ വളരെ ക്രൂരമായി നിഷ്ഠൂരമായി കൊലപ്പെടുത്താൻ നമുക്ക് അവസരം ലഭിക്കുകയും ചെയ്തു മുസ്ലിം പക്ഷത്തിന്. ഈ പോരാട്ടമാണ് ബദർ രണാങ്കളത്തിൽ നടന്നത്. ആ ഒരു പോരാട്ടം നമുക്ക് നൽകുന്ന പാഠങ്ങൾ പ്രധാനമായിട്ടും ഒന്ന്, ഈ ഉമ്മത്തിന് ജയിക്കണമെങ്കിൽ ഒരു നേതൃത്വം ഉണ്ടാകണം. ബദറിന്റെ വിജയത്തിന്റെ പിന്നിൽ ഒരൊറ്റ നേതൃത്വമാണ്. ആ നേതൃത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതൊരു നേതാവോട് ഉണ്ടായിരുന്നത് വിമത സംഘം അവിടെ ഇല്ല. ഇന്ന് നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ നേതാവില്ല എന്നുള്ളതാണ്. ഓരോ വിഭാഗത്തിനും ഓരോ നേതാക്കന്മാരാണ്. ഉമ്മത്തിന്റെ നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഒരു നേതാവില്ല. ബദറിൽ ഒരു നേതാവ് ഉണ്ടായിരുന്നു, ഒറ്റ നേതാവ്. ആ നേതൃത്വത്തിന്റെ പിന്നിൽ അണിനിരന്നപ്പോഴാണ് ഉമ്മത്തിന് വിജയം കിട്ടിയത്. രണ്ടാമത്തെ കാര്യം, നേതൃത്വത്തെ അനുസരിക്കുന്ന അനുയായികൾ ഉണ്ടായിരുന്നു. നേതൃത്വം എന്ന് പറയുന്നത് അക്ഷരം പറഞ്ഞ് അനുസരിക്കാൻ ബദറിലെ ബദരീങ്ങൾ തയ്യാറായിരുന്നു. ആരും എതിർവാക്ക് പറഞ്ഞിട്ടില്ല. തങ്ങൾ എന്ത് തീരുമാനിക്കുന്നോ ഞങ്ങൾ അതിന് തയ്യാറാണ്. മൂന്നാമത്തെ കാര്യം, ആ അനുയായികൾക്കിടയിൽ ഐക്യം ഉണ്ടായിരുന്നു. ഒറ്റക്കെട്ടായി നേതൃത്വത്തിന് പിന്നിൽ അനുസരണയോടെ അണിനിരന്നിക്കുകയും ഒരു നേതൃത്വം വഹിക്കാൻ ഉണ്ടാവുകയും ആ നേതൃത്വത്തിന്റെ പ്രാർത്ഥനയും കൂടി ഒരുമിച്ച് കൂടിയപ്പോഴാണ് ബദർ രണാങ്കളത്തിൽ തുല്യതയില്ലാത്തൊരു വിജയം നേടി മുസ്ലിമീങ്ങൾക്ക് വിജയിക്കാനായത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ, അല്ലാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചിട്ടുണ്ട്. മലക്കുകളെ ഇറക്കിയ സഹായിച്ചത് 5000 മലക്കുകളാണ് ബദറിൽ ഇറങ്ങിയത്. സത്യത്തിൽ എന്തിനാണ് 5000 മലക്കുകൾ? ജിബ്രീൽ അലൈഹിസ്സലാമിന് തന്നെ 600 ചിറകുണ്ട്. ഒരു ചിറകിന്റെ വലിപ്പം ആകാശഭൂമികളുടെ ഇടയിലുള്ള അത്രയും വലിപ്പമാണ് ഒറ്റ ചിറകിന്. അങ്ങനത്തെ 600 ചിറകുള്ള മലക്കാണ് ജിബ്രീൽ. ഈ ജിബ്രീൽ ബദറിലുണ്ട്, മീഖായിൽ ബദറിലുണ്ട്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സദൂം എന്ന നാടിനെ നശിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹി ഇസ്ലാം ഒറ്റയ്ക്കാ പോയത്. ആ നാടിനെ ഇങ്ങനെ ചിറകേലെടുത്തിട്ട് അപ്പം മറിക്കുമ്പോൾ മറച്ചു. ഈ 1000 വരുന്ന അബൂജഹലടക്കമുള്ള ശത്രുക്കൾ നശിപ്പിക്കാൻ ജിബ്രീലൊന്ന് ഒരു ചിറകെങ്ങനെ ഒന്ന് വീശിയാൽ മതി, തെറിച്ചു പോകും. പക്ഷെ 5000 മലക്കുകൾ അല്ലാഹു തആല ഇറക്കി. ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കുമ്പോൾ ഉമ്മത്ത് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അല്ലാഹു തആല അവസാന ഘട്ടത്തിലേ അവരെ സഹായിച്ചിട്ടുള്ളൂ. അള്ളാഹുവിന് വേണമെങ്കിൽ വരുന്ന വഴിക്ക് ഒരു ഭൂമി കുലുക്കിയിട്ട് ഈ 1000 പേരെ നശിപ്പിക്കാമായിരുന്നു. അബൂജഹലടങ്ങുന്ന അത് ചെയ്തില്ല. അവരെ ബദറിൽ കൊണ്ടുവന്നു, മുസ്ലിമീങ്ങളെ ബദറിൽ കൊണ്ടുവന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കാൻ വേണ്ടി അവസാന സമയം വരെ കാത്തു നിന്നു. പോരാട്ടത്തിന് തയ്യാറായപ്പോൾ അള്ളാഹുവിന്റെ സഹായമായി അല്ലാഹു തആല മലക്കുകളെ ഇറക്കി. 3000 5000 മലക്കുകളെ ഇറക്കി അല്ലാഹു തആല സഹായിച്ചു. അല്ലാഹു പറഞ്ഞു, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ, അല്ലാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫത്തഖുല്ലാഹ്, നിങ്ങൾ ചെയ്യേണ്ടത് പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്കണം. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി. ബദർ നമുക്ക് നൽകുന്ന പാഠമാണ്. ബദരീങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിച്ചത്? ബദരീങ്ങൾക്ക് ഭാര്യ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, കച്ചവടം ഉണ്ടായിരുന്നു. നമ്മളെ പോലെയായിരുന്നു അവരും.
പക്ഷേ ഈ ആദർശം നിലനിൽക്കേണ്ടി വന്നപ്പോൾ എനിക്ക് എൻ്റെ വീട് വേണ്ട, എൻ്റെ ഭാര്യ വേണ്ട, മക്കള് വേണ്ട, എല്ലാം മാറി നിൽക്കട്ടെ, അള്ളാഹുവിന്റെ ദീനി ലോകത്തിൽ നിലനിൽക്കണം. അതിനുവേണ്ടി എല്ലാം ത്യജിച്ച് ജീവൻ ത്യജിക്കാൻ വേണ്ടി വന്നവരാണ് ബദറിലെ സഹാബാക്കൾ. ആ നിർണായക ഘട്ടത്തിൽ ഈ ദീനിന് വേണ്ടി ചെയ്ത സേവനമാണ്. അതുകൊണ്ടാണ് ബദരീങ്ങളെ സ്മരിക്കപ്പെടുന്നത്. ബദരീങ്ങൾ ആരാണ്? ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആളുകളാണ് ബദരീങ്ങൾ. ഈ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ ഉമ്മത്തല്ല, മുസ്ലിം സമുദായത്തിൽ ആദം നബി അലൈഹി ഇസ്ലാം മുതൽ ലോകാവസാനം വരെ ജനിക്കാൻ പോകുന്ന മുഴുവൻ മനുഷ്യരിലും അമ്പിയാക്കൾ കഴിഞ്ഞാൽ, അമ്പിയ മുസ്ലിങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ മുസ്ലിമീങ്ങൾ ആരെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഈ 313 ബദരീങ്ങളാണ്. അവരാണ് ഏറ്റവും ശ്രേഷ്ഠർ. അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ്, ഇവരൊക്കെ അതിനകത്തുണ്ട്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബിയെ മാ തഅദ്ദൂന അഹ്ല ബദരിൻ ഫീക്കും, ബദരീങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? നിങ്ങളുടെ കൂട്ടത്തിൽ ബദരീങ്ങൾക്ക് എന്താണ് സ്ഥാനം എന്ന് ചോദിച്ചു. അപ്പോൾ വിശ്വാസം പറഞ്ഞു, ഞങ്ങൾ അവരെ ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടാണ് കണക്കാക്കുന്നത്, ഏറ്റവും ശ്രേഷ്ഠരാണ് ബദരീങ്ങൾ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞങ്ങളും അങ്ങനെയാണ്. ബദറിൽ പങ്കെടുത്ത മലക്കുകളെ ഞങ്ങളുടെ മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മലക്കുകളായിട്ടാണ് ഞങ്ങൾ കണക്കൂട്ടുന്നത്. അപ്പോൾ മനുഷ്യരിൽ ഏറ്റവും, മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ബദറിൽ പങ്കെടുത്ത മനുഷ്യർ മുസ്ലിമീങ്ങൾ, മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠം ബദറിൽ പങ്കെടുത്ത മലക്കുകൾ. അതിലൊക്കെ അവർ വലിയ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ എന്തൊരു കാര്യത്തിനും ബദരീങ്ങളെ പരിഗണിച്ചിട്ടേ വേറൊരാളെ പരിഗണിക്കാറുള്ളൂ. കാരണം ബദരീങ്ങൾ അത്രയും ശ്രേഷ്ഠരാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ അടുക്കലേക്ക് വെളിപ്പെട്ടു, ബദരീങ്ങളുടെ അടുക്കലേക്ക് വെളിപ്പെട്ടു. അള്ളാഹുവിന്റെ നോട്ടം, അള്ളാഹുവിന്റെ കൃപയും കടാക്ഷയും ഉണ്ടായി. എന്നിട്ട് അള്ളാഹു അവരോട് പറഞ്ഞു, ഖദ് ഗഫർതു ലക്കും, ബദരീങ്ങളെ നിങ്ങൾക്കെല്ലാം ഞാൻ പുറത്തു തന്നിരിക്കുകയാണ്, നിങ്ങളുടെ എല്ലാ പാപവും ഞാൻ പുറത്തു തന്നിരിക്കുകയാണ്. ഇഫ്അലു മാ ശിഅ്തും, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഇങ്ങനെ ലോകത്തൊരു സമൂഹത്തോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബദരീങ്ങളോടെ പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾ എന്തും ചെയ്തോ, ഇനി ചെയ്യാനിരിക്കുന്നതും നിങ്ങൾക്ക് ഞാൻ പുറത്തു വന്നിരിക്കുന്നു, ചെയ്തതും ഞാൻ നിങ്ങൾക്ക് പുറത്തു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വിഭാഗമാണ് ബദരീങ്ങൾ. അത്ര മഹാന്മാരായ ആളുകൾ, ബദറിൽ പോരാടിയവരും അതിലേക്ക് വന്നവരും എല്ലാം ഈ നിലയ്ക്ക് ശ്രേഷ്ഠത അർഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബദർ ദിനങ്ങൾ നമ്മൾ ആഘോഷിച്ചവരാണ്. കേവലം ഒരു യാസീനിലോ ഒരു ഫാത്തിഹായിലോ ഒരു തരിക്കഞ്ഞിയിലോ ഒതുങ്ങി പോകേണ്ടതല്ല ബദർ സ്മരണ എന്ന് പറയുന്നത്. ബദരീങ്ങൾ ഉയർത്തിപ്പിടിച്ചൊരു ആദർശമുണ്ട്. ആ ആദർശത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുക, നമ്മുടെ വീടും നമ്മുടെ നാടും നമ്മുടെ ഉമ്മത്തും ബദരീങ്ങൾ ഉയർത്തിപ്പിടിച്ച ആദർശം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ത്യാഗം ചെയ്യുക. നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലാണ്, നമുക്കറിയാം. ഇന്ന് നമ്മുടെ പ്രശ്നം എന്താണെന്നറിയുമോ? ബദരീങ്ങൾക്കുള്ളൊരു ഈമാനോ ആ ഒരു പോരാട്ട വീര്യമോ നമുക്കില്ല. സത്യത്തിൽ നമുക്കെതിരിൽ ഇന്ന് അബൂജഹലുണ്ട്. അബൂജഹൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല, അബൂജഹൽ ഒരു ആദർശത്തിന്റെ ഒരു ആദർശമാണ് അബൂജഹൽ. ഇന്നും അബൂജഹലുണ്ട്. അബൂജഹലിന്റെ കയ്യിൽ അധികാരമുണ്ട്, അബൂജഹലിന്റെ കയ്യിൽ ആയുധമുണ്ട്. പക്ഷേ ഇല്ലാതെ പോയത് ബദരീങ്ങളാണ്. നമ്മൾ ബദരീങ്ങളായി മാറിയാൽ അബൂജഹലിന്റെ ശക്തി എത്ര വലുതാണെങ്കിലും, അബൂജഹലിന്റെ കയ്യിൽ അധികാരവും ആയുധവും ഉണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കും. ഇന്നും ഖുർആനിലെ ആയത്തുകൾ അല്ലാഹു നിങ്ങളെ സഹായിക്കും. പക്ഷേ നിങ്ങൾ ബദരീങ്ങൾ ഉയർത്തിപ്പിടിച്ച ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ഈമാനികമായ ഊർജ്ജം മുൻകരുതിക്കൊണ്ട് കരുതലിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരുമെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങളെ സഹായിക്കും. അതൊരു ഉറപ്പാണ്. പടച്ചോൻ അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് ബദർ നമുക്ക് നൽകുന്ന പാഠങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരായ ബദരീങ്ങളെ പിൻപറ്റാൻ, അവരെ കുറിച്ച് പറയാനും, അവരെ അനുസ്മരിക്കാനും, അവരുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബദരീങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് പോലും അള്ളാഹുവിന്റെ റഹ്മത്തിറങ്ങും എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലുള്ള മഹാന്മാരായ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ബദർ സ്മരണ, അവരുടെ പേരുകൾ പറയുക, അവരെ കുറിച്ച് പറയുക, അവരെ മഹത്വപ്പെടുത്തുക, അവരുടെ ആദർശത്തെ കുറിച്ച് സംസാരിക്കുക, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെ പാതയിൽ സഞ്ചരിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു കൊടുത്ത ഉന്നതമായ ദർജകൾ അല്ലാഹു തആല അത്തരം ദർജകളിലേക്ക് നമ്മളെ അള്ളാഹു എത്തിക്കുമാറാകട്ടെ. ഈ പ്രതിസന്ധിയുടെ കാലത്ത് നാം അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു ബദരീങ്ങളെ സഹായിച്ചതുപോലെ നമ്മയും അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി ഒരു യാസീൻ ഓതി ദുആ ചെയ്ത് പിരിയാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.